അവർ നോക്കി നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ദേവയാനി മാത്രം യാതൊരു എക്സ്പ്രഷനും ഇല്ലാതെ നിന്നത്. നീ എവിടെ പോയി കിടക്കുവായിരുന്നു ഇത്രയും നേരം? പിന്നെ ഇതേ ചെക്കന്മാരാ? ഇവന്മാരുടെ കൂടെയാണോ നീ ഇത്ര നേരം പോയി നിന്ന്? അനന്ത, മര്യാദയ്ക്ക് സംസാരിക്കേ. വിധു എന്തോ പറയാൻ വന്നതും അകത്തു നിന്ന് ഈ ബഹളമൊക്കെ കേട്ട് സാവിത്രിയും സരയുവും ഇറങ്ങി വന്നു. അരവിന്ദിനെ കണ്ട ഉടനെ തന്നെ സാവിത്രി അവന്റെ അടുക്കോട്ട് പോയി. മോനെ അരവിന്ദേ, യാത്രയൊക്കെ സുഖമായിരുന്നോടാ? അരവിന്ദ് വല്ലാതെ ഒന്ന് പറഞ്ഞു. കാരണം അവന് വിധുവിനോട് അനന്തൻ സംസാരിച്ചതൊന്നും ആ രീതിയൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്നെ ഓർമ്മയുണ്ടോ ഏട്ടന്? അപ്പച്ചിയുടെ മോളല്ലേ, നിനക്ക് സുഖമാണോ? എത്രയിലാ പഠിക്കുന്നേ? ഞാൻ ഇപ്പോ ഡിഗ്രി കഴിഞ്ഞേട്ടാ. അപ്പോ ഇത് നിന്റെ ഏട്ടന്റെ മോനായിരുന്നു? അതെ, പക്ഷെ അങ്കിള് തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. അനന്തൻ ഒന്നും മിണ്ടിയില്ല. അല്ല മോനെ, ഇതാരാ? സിദ്ധുവിന് നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെന്റെ ഫ്രണ്ടാണ് സിദ്ധാർത്ഥ്. സിദ്ധു എന്ന് എല്ലാരും വിളിക്കും. എല്ലാവരെയും അവന് പരിചയപ്പെടുത്തി. ദേവയാനിയിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു രണ്ടാളും. പക്ഷേ അവർ ആരും വിധുവിനെ പരിചയപ്പെടുത്തിയില്ല. അല്ല, അപ്പൊ ഈ കുട്ടിയോ? അത് എന്റെ കൊച്ചുമോളാ, അനന്തന്റെ മോള്. മനസ്സിലായി കാണുമല്ലോ അല്ലേ? സിദ്ധുവിന് വിധുവിനെ പറ്റി അല്ലി പറഞ്ഞറിയാമെങ്കിലും അവൻ മനഃപൂർവ്വമാണ് ചോദിച്ചത്. എന്തോ പന്തിയല്ലാത്ത പോലെ അവന് തോന്നി. അരവിന്ദിന് തോന്നി. പച്ചി നല്ല ക്ഷീണം. റൂമ് മോനെ, ഒരു മുറിയേ ഉള്ളൂ. നീ ഇവനെയും കൊണ്ട് വരുമെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങളൊരു റൂമിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. സരയു, പോയി ഇവർക്ക് മുറി കാണിച്ചു കൊടുക്ക്. സരയു സാവിത്രിയെ നോക്കി പേടിപ്പിച്ചു. വിധുവിനോട് പറയുന്ന പോലെ അവളോട് പറയുന്നോ എന്ന നോട്ടമായിരുന്നു അത്. പക്ഷെ സാവിത്രി ഉദ്ദേശിച്ചത് സരയുവിന് മനസ്സിലായില്ല. സരയുവിന്റെ നോട്ടം കണ്ടപ്പോ തന്നെ അരവിന്ദ് പറഞ്ഞു, അവളെ ബുദ്ധിമുട്ടിക്കണ്ട, ഡയറക്ഷൻ പറഞ്ഞാ മതി, ഞങ്ങള് പോയിക്കോളാം. അരവിന്ദ് സരയുവിനെ പുച്ഛത്തോടെ നോക്കി. അനന്തനാണേലോ ചമ്മി നിൽപ്പുണ്ട്. ആളറിയാതെ അരവിന്ദിനെ തെറ്റിദ്ധരിച്ചു. പോരാന്ന് ഇത് സാവിത്രി അറിഞ്ഞാലും മതിയല്ലോ അടുത്ത പുകില്. മോനെ, വിധു കാണിച്ചു തരും. വിധു ഒന്നും മിണ്ടിയില്ല. അവൾ മുന്നേ നടന്നു, പിന്നാലെ അവരും. പോകുന്ന വഴി സിദ്ധു ഓരോന്ന് അവളോട് ചോദിച്ചു. പക്ഷെ അരവിന്ദ് ഒന്നും മിണ്ടിയില്ല. സിദ്ധു ചോദിക്കുന്നത് മൊത്തം സാവിത്രിയെ പറ്റി ആയിരുന്നു. എന്തുകൊണ്ടോ വിധു അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല ആ ടോപ്പിക്കിനോട്. അവളുടെ എക്സ്പ്രഷനൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു അരവിന്ദ്. ഇതാണ് മുറി. പിന്നെ നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? അല്ല, ഞങ്ങൾ വെജിറ്റേറിയൻ ആണ്. ആക്ച്വലി ഞങ്ങൾ നോൺ വെജ് ആണ്. ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു സൈഡായി അത് ഉണ്ടാക്കാറുണ്ട്. സാവിത്രി അമ്മ നോൺ വെജിറ്റേറിയൻ ആണ്. ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വരാം. ഒരു അരമണിക്കൂർ ലൈറ്റ് ആയിട്ട് എന്തായാലും മതി കേട്ടോ. വിധു അരവിന്ദിന് അവളോട് പറയുന്നതിന് റിപ്ലൈ കൊടുക്കാനൊന്നും നിൽക്കാത്തത് പോലെ അവന് തോന്നി. അത് അവൾക്ക് നാണമായോണ്ടാണെന്ന് അവന് അറിയാം. സിദ്ധു അവനെ സൈഡായിയോടെ നോക്കി. വിധു ജസ്റ്റ് ഒന്ന് തലയാട്ടിയിട്ട് താഴോട്ട് പോയി. ഞാൻ കരുതിയതുപോലെയല്ല. നല്ല സ്ഥലമാണ് ഇവിടെ. സ്ഥലം മാത്രമാണോ അതോ? നീ പറഞ്ഞത് തന്നെ. അല്ലി വളയ്ക്കാൻ വല്ല മാർഗവും ഉണ്ടോ? നീ വളയാതെ നോക്ക്. തൽക്കാലം നീ എന്നെ ഒന്ന് സഹായിക്ക്. എന്തിന്? വിധുവിനെ വളയ്ക്കാൻ. സിദ്ധു ഇരുന്നിടത്തുനിന്ന് ഒന്ന് ചാടി എഴുന്നേറ്റു. വാട്ട്? നീ സീരിയസ് ആണോ? അപ്പൊ നിന്റെ നീലക്കണ്ണുള്ള പെണ്ണിനെ അവളെ നീ വിട്ടോ? എടാ, നീലക്കണ്ണുള്ള പെണ്ണാടാ ഇവള്. കൊള്ളാം. നീ എന്തോ ഒരു നീലക്കണ്ണുള്ള പെണ്ണിനെ കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിന്നെ ട്രോളും. ലാസ്റ്റ് സഹി കെട്ട് നീ ആ പെണ്ണിനെ നീ വൈദേഹിയാക്കി. കൊള്ളാം, നടക്കട്ട് നാടകം നിന്റെ. എടാ നാറി, അതാണ് വൈദേഹി. കഴിഞ്ഞ 22 വർഷങ്ങളായി ഞാൻ തപ്പിക്കൊണ്ട് നടന്നത് അവളെയാണ് മോനെ. ശരി, വിധു നല്ല കുട്ടിയാണ് കേട്ടോ. നമ്മൾ ഇവിടെ പോകുമ്പോൾ വിധുവും അല്ലിയും നമ്മളെ കൂടെ കാണും. നിനക്ക് അതുപോലെ. താഴേക്ക് വന്ന് ജസ്റ്റ് ഒരു ഗ്ലാസ് ജ്യൂസും പിന്നെ കുറച്ച് പലഹാരവും ഒക്കെ കഴിച്ചു കഴിഞ്ഞ് അരവിന്ദും സിദ്ധുവും പുറത്തേക്ക് കറങ്ങാനായി പോവാൻ നിൽക്കുവാണ്. സരയു, ഞാൻ ഒരു കാര്യം പറയാം. അരവിന്ദിനെ നീ കയ്യിലെടുത്തോളണം, അല്ലെങ്കിൽ ആ വിധു അവനെയും കൊണ്ട് പോകും. സാവിത്രി മക്കളോട് സ്വകാര്യമായി പറഞ്ഞു. എൻ്റെ അമ്മ, അരവിന്ദേട്ടനൊക്കെ സ്റ്റേറ്റ്സിൽ പഠിക്കുന്നവരാണ്. അവർക്ക് ഇവളെ പോലെ സാരിയും ചുറ്റി നടക്കുന്ന പെണ്ണുങ്ങളെ ഒന്നും പിടിക്കത്തില്ല.
സാവിത്രിക്ക് അത് കേട്ടപ്പോഴാണെങ്കിലും ആശ്വാസമായി. നിങ്ങൾക്കൊക്കെ ഒറ്റയ്ക്ക് പോയാൽ വഴി തെറ്റൂലേ? ആ മുത്തശ്ശി, ഞങ്ങളുടെ കൂടെ ആരെങ്കിലും വന്നാ നന്നായി. ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ വന്നാ മതി. സരയു വരും. അതിന് ഇവക്ക് ഇവിടുത്തെ സ്ഥലമൊക്കെ അറിയാമോ? വീട്ടിന് വെളിയിൽ ഇറങ്ങൂല ഇവൾ. പഠിക്കാൻ പോകുന്നതോ അച്ഛൻ കൊണ്ടാകും. എന്നാൽ മോള് പോകൂ. ഞങ്ങൾക്ക് ഇവിടുത്തെ കാവും പുഴയും ഒക്കെ കാണണമെന്ന് ആഗ്രഹം. വഴി അറിയാവുന്നത് വിധുവിനല്ലേ? ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴും വിധുവാണ് സ്ഥലമൊക്കെ കാണിച്ചു തന്നത്. വിധു പെട്ടെന്നങ്ങ് ഞെട്ടി. എന്തിനാ അരവിന്ദ് ലാസ്റ്റ് കറങ്ങി അവളിൽ തന്നെ നിൽക്കുന്നത്? സാവിത്രിയുടെ മുഖം ഒരു കുട്ടയുണ്ടായിരുന്നു. അവൾക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോഴേ പോയാലേ വൈകുന്നേരമെങ്കിലും എത്താൻ പറ്റുള്ളൂ. അങ്ങനെ 3 പേരും കൂടെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. വിധു അല്ലിയും കൂടെ വിളിക്കാമായിരുന്നു. എന്താ ഇപ്പൊ അവളെ പറ്റി ചോദിക്കാൻ? കുറച്ചു നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. അവൾ അവർക്ക് നേരെ തിരിഞ്ഞു. അത് ചുമ്മാ ഫ്രണ്ട്സ് ആവാൻ. നടക്കട്ടെ. അല്ല, വിധു ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ ഒന്നിനും പോണില്ല. ഡിഗ്രി കഴിഞ്ഞതാ. അതെന്താ? അച്ഛൻ വിട്ടില്ല. PGക്ക് സിറ്റിയിൽ പോണം. അപ്പൊ നിന്ന് പഠിക്കാനൊന്നും വിടൂലെന്ന് പറഞ്ഞു. അത് കൊള്ളാം. കല്യാണം കഴിച്ചു പോയാലോ? അതൊന്നും എനിക്കറിയില്ല. നീ ഇതുങ്ങളെ കൊണ്ടുള്ള കറക്കമൊന്നും നിർത്തിയില്ലേടി? അതിന് ഞങ്ങൾ പശുക്കളൊന്നും അല്ല. മര്യാദയ്ക്ക് സംസാരിക്കണം ചേച്ചി. ചേച്ചിയോ? ആരോടോ തന്റെ ചേച്ചി? തന്നെ കണ്ടാൽ അമ്മാവന്റെ ലുക്കാണല്ലോ കിളവൻ. വിധു, എനിക്ക് തന്നോട് സീരിയസ് ആയിട്ട് കുറച്ച് ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ട്. നമുക്ക് നടക്കാം. അവര് പിന്നാലെ വന്നോളൂ. വഴക്ക് കൂടുന്ന തിരക്കിലാണ് അല്ലിയും സിദ്ധുവും. വിധു പെട്ട അവസ്ഥയിലായിപ്പോയി. അരവിന്ദിന് പേടി കൊടുക്കാതെ അവൾ മുങ്ങി നടന്നു. പക്ഷെ ഇപ്പൊ അരവിന്ദ് കൈയോടെ പൊക്കി. എന്താ പറയാനുള്ളത്? താൻ നടക്ക്. അരവിന്ദ് വിധുവിന്റെ കയ്യിൽ പിടിച്ച് നടന്നു. അല്ല, ഇതെങ്ങോട്ടാ? നീ പേടിക്കുന്ന എന്തിനാ?